കഴിഞ്ഞ 2 ദിവസമായി ബി ജെ പിയും സി പി എമ്മും പരസ്പരം അഴിമതി ആരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കുകയും, അതായത് ബി ജെ പി ഭരിക്കുന്ന പാർട്ടിയായ LDF സർക്കാരിനെതിരെ അഴിമതികളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ പുറത്തുവിടുകയും അതിനെ പ്രതിരോധിക്കാൻ LDF നേതാക്കൾ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനിടയ്ക്ക് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് കെ മുരളീധരൻ്റെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ബി ജെ പിയും LDF തമ്മിലൊരു അന്തർധാര, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കലും ഈ ഒരു പറച്ചിലും. കോൺഗ്രസ് ചിത്രത്തിലില്ല എന്ന് വരുത്തി തീർത്ത് ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് മത്സരം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമെന്നാണ് കെ മുരളീധരൻ ഉന്നയിക്കുന്നത്. അതുമാത്രമല്ല, ബി ജെ പി CPIM കൂട്ടുകെട്ടിൻ്റെ പച്ചയായ യാഥാർത്ഥ്യമാണ്. ഈ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചപ്പോൾ ഒന്നും, അതായത് അജണ്ടയില്ലാതെ ആയിരുന്നു പല തീരുമാനങ്ങളും പല യോഗങ്ങളും നടന്നത്. അതിന് ചൂട്ടുപിടിച്ചത് CPIM എന്നാണ് പറയുന്നത്, ഞാനല്ല, കെ മുരളീധരൻ പറയുന്നത്. എന്തായാലും വ്യക്തമായ, ഇനി 9-ാം തീയതി, ഇന്ന് കലാശക്കൊട്ടാണ്, 9-ാം തീയതി 11-ാം തീയതി ഇലക്ഷൻ്റെ തിരുവനന്തപുരം ഈ തെക്കൻ മേഖലയിലെ കലാശക്കൊട്ട് കൂടിയായ ദിവസത്തിൽ കെ മുരളീധരൻ അഴിച്ചുവിട്ട ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യക്തമായ ഒരു ഉറപ്പിൻ്റെ ആത്മവിശ്വാസം കൂടി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലേക്ക്. അപ്പോൾ നമ്മുടെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ പ്രചരണം ദക്ഷിണ കേരളത്തിൽ ഇന്ന് അവസാനിക്കുകയാണ്, ഉത്തര കേരളത്തിൽ ഇന്ന് അവസാനിക്കുകയാണ്. ഈ കൊച്ചി മലബാർ ഏരിയയിൽ മാത്രമാണ് നാളെയും മറ്റന്നാളും പ്രചരണമുള്ളത്. ഏതാണ്ട് ഭൂരിപക്ഷം ജില്ലകളിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പ്രചരണ പരിപാടികൾ അവസാനിക്കുക. ഇതുവരെയുള്ള ഒരു അവലോകനത്തിൽ UDFനെ സംബന്ധിച്ച് കേരളത്തിൽ വളരെ നല്ല പ്രതീക്ഷകളാണുള്ളത്. ജനങ്ങളൊരു UDFനെ ജനങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഈ പ്രചരണ പരിപാടിയിൽ കേരളത്തിൽ മൊത്തം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇത്തവണ CPMന് ആശയദാരിദ്ര്യം ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ 2 ഉദാഹരണങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അധികം ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ പുറത്താക്കിയ ഒരു MLA, ഒളിവിൽ കഴിയുന്ന ഒരു MLA കോൺഗ്രസ്സുകാർ ഒളിപ്പിച്ചു വെച്ചതാണ്, കാണിച്ചു തന്നാൽ ഞങ്ങൾ പോയി പിടിച്ചോളാമെന്ന്. അപ്പം അവിടെ മുഖ്യമന്ത്രി സ്വയം ചെറുതായി, താൻ കഴിവുകെട്ട ഒരു ഭരണകർത്താവാണെന്ന് അദ്ദേഹം സ്വയം അംഗീകരിച്ചു. ഒളിവിൽ പോയൊരു പ്രതിയെ കണ്ടുപിടിക്കേണ്ട ചുമതല പോലീസിനാണ്. മാത്രമല്ല, അങ്ങനെ പ്രതി ഒളിവിലാണെങ്കിൽ ഒളിവിൽ കഴിയുന്ന സ്ഥലങ്ങളെക്കുറിച്ച് കേരള പോലീസിന് സംശയങ്ങളുണ്ടെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിലെ DGPമാരുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഇപ്പോൾ മാങ്കൂട്ടത്തിൽ കർണാടകത്തിലാണ് ഒളിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കേരള DGP കർണാടക DGPയോട് പറയണം, ഇങ്ങനെ ഒരാളോടൊന്ന് അപ്രതീക്ഷയായിട്ടുണ്ട്, പിടിക്കാൻ സഹായിക്കണം. ഇതൊന്നുമില്ലാതെ സ്വയം ചെറുതാവുന്ന ഒരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രി നടത്തിയത്. രണ്ടാമത്തത്, മിനിഞ്ഞാന്ന് കൊട്ടിയത്ത് ദേശീയപാത തകർന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ഞങ്ങളുടെ ചുമതലയല്ല, കേന്ദ്രത്തിൻ്റെയാണ് ദേശീയപാത. എന്നാൽ മന്ത്രിസഭയുടെ 4ാം വാർഷിക സമയത്ത് കോടികളുടെ ഫ്ലക്സുകളാണ് അന്ന് ഈ ദേശീയപാത ഞങ്ങളാണ് കൊണ്ടുവന്ന് എന്ന് പറഞ്ഞ് ഫ്ലക്സ് 1.5 കോടിയുടെ ഏതാണ്ട് ഫ്ലക്സ് അടിച്ചപ്പോഴാണ് വടക്കൻ കേരളത്തിൽ ഈ
ദേശീയപാത ഇടിഞ്ഞു വീഴുന്നത്. അതോടുകൂടെ നിശബ്ദത പാലിച്ചു. ഇപ്പം ഏതായാലും ഈ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയായിരിക്കാം ദക്ഷിണ കേരളത്തിൽ സംഭവിച്ചത് ഉത്തര കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട്. അവിടെയും പാത ഇടിഞ്ഞു വീണു, ഇവിടെ ഇടിഞ്ഞു വീണു. അപ്പോൾ കേരളത്തിനെ ഒരു ലെവലാക്കി. അതിൽ കേന്ദ്രത്തിന് പങ്കുള്ളതുപോലെ തന്നെ സംസ്ഥാനത്തിനും പങ്കുണ്ട്. കാരണം ഇതിൻ്റെ വർക്കിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്, പൊതുമരാമത്ത് വകുപ്പാണ്. മാത്രമല്ല, ഇവരുടെ ഈ ദേശീയപാതക്കാർ കാണിച്ചൊരു തെറ്റെന്ന് പറയുന്നത് ഒരു ഉത്തരേന്ത്യൻ മോഡൽ ഇവിടെ നടപ്പാക്കാൻ നോക്കി. കേരളത്തിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള അന്തരീക്ഷം, കാലാവസ്ഥ, ഇതെല്ലാം കണക്കിലെടുത്ത് നിർമ്മാണം നടത്തേണ്ടതിന് പകരം ഉത്തരേന്ത്യയിലെ അതേ ശൈലിയിൽ ഇവിടെയും നിർമ്മാണം നടത്തി. മണ്ണിൻ്റെ ഇതുപോലും പരിശോധിച്ചില്ല. ഇത് ഞങ്ങളൊക്കെ കഴിഞ്ഞ ടേമിൽ ഞാനൊക്കെ MP ആയിരുന്നപ്പോൾ എന്നാൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഈ ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. പക്ഷെ അന്നൊക്കെ പലപ്പോഴും ഇതിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തിനെക്കുറിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാനദണ്ഡവും നോക്കാതെയാണ് അണ്ടർപാസ് അനുവദിച്ചത്. ഇവർ പറഞ്ഞു 2.5 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് അണ്ടർപാസ്. പക്ഷേ BJPയുടെ പ്രാദേശിക നേതാക്കന്മാർ പറഞ്ഞനുസരിച്ച് പലയിടത്തും അണ്ടർപാസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ വടകരയിൽ എനിക്കറിയാം, ഞാൻ 1-2 പ്രപ്പോസൽ പറഞ്ഞപ്പോൾ MP ഞാനന്ന് സാർ 2.5 കിലോമീറ്റർ വ്യത്യാസം വേണമെന്ന് പറഞ്ഞു. PT ഉഷ പറഞ്ഞപ്പോൾ 1-2 സ്ഥലത്ത് കൊടുത്തു. ഞാനത് പറഞ്ഞ് നടക്കില്ല, ഞാൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട MP ആണ്, അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല, റൂളാണെങ്കിൽ റൂൾ ഒന്നായിരിക്കാം. ഇതിൻ്റെയൊക്കെ കാര്യത്തിലൊക്കെ വ്യക്തമായിട്ടൊരു മേൽനോട്ടം വഹിക്കാൻ പൊതുമരാമത്ത് കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇതിൻ്റെ ഒരു വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് ഇപ്പോൾ ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ ജനങ്ങൾക്ക് ഭയമായി തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആകാശത്തിൽ കൂടെ പോകുന്ന ആൾ പാതാളത്തിലേക്ക് പോയ അവസ്ഥയാണ് ഈ ദേശീയപാതയുടെ തകർച്ച കൊണ്ട് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വീഴ്ച പറ്റി, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ നേട്ടാന്ന് പറയാൻ പാടില്ലേ. നേട്ടാന്ന് പറയുകയും ചെയ്തു, ഇടിഞ്ഞു വീഴുകയും ചെയ്തു. ഇപ്പം കേന്ദ്രത്തിൽ നമ്മോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ 2 പേർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒന്ന്, കേരളത്തിൻ്റെ സാഹചര്യം നോക്കാതെ നിർമ്മാണം നടത്തിയത് കേന്ദ്ര അതോറിറ്റി ചെയ്ത കുറ്റമാണ്. കേന്ദ്ര നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്ത ഒന്നാമത്തെ കുറ്റം. അത് ചൂണ്ടിക്കാണിക്കാത്തത് സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റം. ഈ 2 കുറ്റങ്ങളും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വളരെ വില കുറഞ്ഞതായിപ്പോയെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. രണ്ടാമത്തത്, മിനിഞ്ഞാന്ന് ഗോവിന്ദമാഷൊരു കാര്യം പറഞ്ഞു, ശബരിമലയിലെ സ്വർണം കൊള്ള ഇതിനെ ന്യായീകരിച്ചുകൊണ്ട്. ഞാൻ ന്യായീകരിച്ചാണ് അദ്ദേഹം പറഞ്ഞത് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ തിരുവാഭരണ മോഷണം പോയത്. ഇത് പറഞ്ഞു കൊടുത്ത സഖാക്കൾ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ്. മാഷക്ക് എന്താ ഗുരുവായൂർ എന്നും അറിയില്ല, എന്താ തിരുവാഭരണം എന്നും അറിയില്ല. സാധാരണ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ ചാർത്തുന്ന കുറേ സ്വർണത്തിൻ്റെ ഓരോരുത്തർ വഴിപാട് നടത്തിയ കുറേ സ്വർണ്ണമാലകളുണ്ട്, മറ്റ് സ്വർണത്തിൻ്റെയൊക്കെ ഒരുപാട് അവിടെ ഇതുണ്ട്, മറ്റേ ആഭരണങ്ങളുണ്ട്, അങ്ങനെ എല്ലാ സംവിധാനവും ഉണ്ട്. അതെല്ലാം ഒരുമിച്ച് ചാർത്താറില്ല. ഒക്കെ ഓരോ ഘട്ടം, ഇപ്പോൾ ഉച്ചപൂജയ്ക്കൊരു ചാർത്തിയതാണെങ്കിൽ രാത്രി വേറെ ചാർത്തലാണ്. അത് ഇപ്പോൾ കളവ, ഉച്ചശേഷം കളവായിരിക്കും, കാലത്താണ് സ്വർണത്തിൻ്റെ മാല അണിയിക്കാറ്. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 84-85 മറ്റാണ് എൻ്റെ ഓർമ്മ, ഒരു മാല മോഷണം പോയി, സ്വർണ്ണമാല. ആ സ്വർണ്ണമാല മോഷണം പോയപ്പോൾ അത് മേൽശാന്തിയുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടാവുകയും അന്ന് ആ മേൽശാന്തിയെ ഓദിക്കോൻ ഫാമിലി തന്നെ, ഓദിക്കോൻ ഫാമിലി എന്നാണ് മേൽശാന്തി വരിക, ആ ഫാമിലിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെ പൂജയിൽ നിന്ന് മാറ്റി നിർത്തി. എന്നാൽ ആ സ്വർണ്ണമാല ആ ക്ഷേത്രത്തിലെ കുളം വറ്റിച്ചപ്പോൾ തിരിച്ചു കിട്ടി.
ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ തിരുവാഭരണ മോഷണം പോയിന്ന് ഏതെങ്കിലും സഖാക്കൾ വല്ല വിഡ്ഢിത്തരവും പറഞ്ഞു കൊടുത്താൽ മാഷെപ്പോലെ ഒരാളിത് ഏറ്റു പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞ് ശരിയോ തെറ്റോ എന്നുള്ള മാഷ് പരിശോധിക്കട്ടെ. ഒരു മാല മോഷണം പോയി മോഷണം പോയ മാല തിരിച്ചു കിട്ടുകയും ചെയ്തു. പക്ഷെ ശബരിമലയിൽ മോഷണം പോയ സ്വർണം ഉരുക്കി വിറ്റ് കാശാക്കിയെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഞങ്ങൾ പറയില്ല, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്താ ഉണ്ടായത്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് പറഞ്ഞത് ഇത് ഉരുക്കി വിറ്റ് കാശാക്കി. ഗുരുവായൂർ പോയൊരു സ്വർണ്ണമാല തിരിച്ചു കിട്ടി. എന്നാൽ ദ്വാരപാലക ശില്പങ്ങളിലും ഗോപുരത്തിലും ഗോപുരവാതിലും ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ ഇനി തിരിച്ചു കിട്ടാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം അതിൻ്റെ ഷേപ്പ് മാറി, അത് കൈവിട്ടുപോയി. ഇത് രണ്ടിനെയും ഒരു താരതമ്യം നടത്തിയത് അതും ആശയദാരിദ്ര്യത്തിൻ്റെ ഭാഗമാണ്. ഈ രണ്ട് സംസ്ഥാന വിഷയങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2 ദിവസമായിട്ട് BJP മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടൊരു അഴിമതിയുടെ പേരിൽ ഏറ്റുമുട്ടലൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ 5 വർഷവും കോർപ്പറേഷനിലെ അഴിമതിക്ക് ചൂട്ടുപിടിച്ചത് മുഖ്യ പ്രതിപക്ഷമായിരുന്ന BJP-യാണ്. ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ 5 വർഷം അജണ്ട വെച്ചൊരു ചർച്ച നടന്നിട്ടില്ല. ഇവ നഗരത്തിലെ കുടിവെള്ളക്ഷാമം, മാലിന്യം കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, എന്നും പൊട്ടുന്ന പൈപ്പ് പൊട്ടുമ്പോൾ ഉണ്ടാവുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് നഗരസഭയാണ്. കാരണം ടാങ്കിൽ വെള്ളം എത്തിക്കണം. ഈ കാര്യങ്ങളിലൊക്കെ ഒരുപാട് വീഴ്ചകൾ കോർപ്പറേഷനുണ്ടായി. പക്ഷേ ഒരു കോർപ്പറേഷൻ്റെ യോഗം കൂടുമ്പോൾ ഈ അജണ്ടയിലുള്ള ചർച്ചയല്ല നടക്കുന്നത്. ഉടനെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള BJP എന്തെങ്കിലും പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. ആ ബഹളം ഭരണകക്ഷിക്ക് അനുകൂലമായി. അവർ അജണ്ടയൊക്കെ പാസ്സായതായി പ്രഖ്യാപിച്ച് യോഗം നിർത്തി. ഇതാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായത്. ഒരു സഹകരണ മുന്നണിയായിരുന്നു. ഞങ്ങൾ മാത്രമാണ് ആ സഭയിൽ 10 പേരാണ് ആകെ. അവരാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട ചർച്ച വേണമെന്നായിരുന്നു. ഒരു യോഗം അലങ്കോലപ്പെടുത്തുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. പലപ്പോഴും ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം ഞങ്ങളുടെ ആൾക്കാർ ഇറങ്ങിപ്പോയിട്ടുണ്ടായോ. അപ്പം അതുകൊണ്ട് ഈ അഴിമതി പറയുന്ന BJP എന്തുകൊണ്ട് അതൊക്കെ നഗരസഭയിൽ പറയാൻ ധൈര്യം കാണിച്ചില്ല? ഇപ്പം നഗരസഭയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അവിടുത്തെ അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അവിടെ ഡോക്ടർമാർ വെക്കുന്നതിൽ പോലും ഉള്ള അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളാണ് 56 ദിവസം സമരം നടത്തിയ കോർപ്പറേഷന് മുമ്പിൽ. അങ്ങനെയാണ് DR അനിലിന് ക്ഷേമകാര്യം അദ്ദേഹത്തിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അപ്പോൾ BJP എന്താ ചെയ്തിരുന്നത്? BJP 56 ദിവസം പോയിട്ട് 10 ദിവസം അവിടെ സമരം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഭരണസമിതിയുടെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിന്നവരാണ് BJP-ക്കാർ. ഇതിനെല്ലാം പുറമെ അവരിപ്പോൾ പറയുന്നത് വികസന രേഖ പ്രധാനമന്ത്രി അവതരിപ്പിക്കുന്നതാണ്. അത് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുക. എല്ലാവർക്കും അറിയാം ഒരു കോർപ്പറേഷൻ്റെ വികസന രേഖ അവതരിപ്പിക്കേണ്ട മേയറാണ്, മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ല. പിന്നെ പ്രധാനമന്ത്രി ഒന്ന് ഇവിടെ വികസന രേഖ അവതരിപ്പിക്കാൻ പോകുന്നത്? പിന്നെ CPM BJP-ക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു, BJP തിരിച്ചു ഉന്നയിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായം ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആരോപണം. കാരണം UDF-നെ ചിത്രത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഈ 2 കൂട്ടരുടെയും ലക്ഷ്യം. അതാണ് ഞങ്ങൾ തമ്മിലാണ് ഏർപ്പാട്, UDF ഒന്നുമല്ല എന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 തവണ 2015-ലും 20-ലും BJP-യെ നേരിടാൻ ഞങ്ങളെ കൊണ്ടേ കഴിയൂ എന്നുള്ള പ്രചരണം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ നടത്തിയിരുന്നു. ഇത്തവണ നടത്തി നോക്കിയിട്ട് ഏൽക്കുന്നില്ല. ഇപ്പോൾ BJP-ക്കാരും പറയുന്നത് എന്താ? കോൺഗ്രസിന് വോട്ടൊന്നുമില്ല, ഞങ്ങളും CPM-ഉം തമ്മിലാണ് മത്സരം. അപ്പോൾ ഞാൻ പറയുന്നത് കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും ഈ ലോക്കൽ ബോഡിയിൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമേ പലയിടത്തും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പം നിങ്ങളുടെ തന്നെ റിപ്പോർട്ടുകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ജില്ലയിലെ
മുനിസിപ്പൽ കോർപ്പറേഷൻ ത്രിതല പഞ്ചായത്ത് വാർഡുകൾ മൊത്തം എടുത്തു നോക്കിയാൽ 50ഓളം സീറ്റുകളിൽ ബി ജെ പിക്ക് ഇവിടെ സ്ഥാനാർത്ഥികളില്ല. കേരളത്തിൽ മൊത്തം 500ഓളം സീറ്റുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല. അതിൽ പലയിടത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്ന വാർഡുകളിൽ പോലും സ്ഥാനാർത്ഥികളെ പുട്ടപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു പരസ്പര ധാരണയുടെ ഭാഗമാണ് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. പിന്നെ ലേബർ ആക്ടിലും PMCയിലൊക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അതും ഈ സഖ്യത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ തന്നെ ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ് ജനതാദൾ എസ്. അവർ ഇത്രയും കാലം പറഞ്ഞത് എന്താ? ഞങ്ങൾ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ബന്ധം വിച്ഛേദിച്ചു. നിങ്ങൾ ഈ കോർപ്പറേഷനിൽ തന്നെ നോക്കൂ, ജനതാദൾ എസ് എന്ന പാർട്ടിയാണ് മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട്. അവരുടെ ചിഹ്നം, ആ ചിഹ്നം തന്നെയാണ്. ആ ചിഹ്നം എങ്ങനെ ഇവർക്ക് കിട്ടി? അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടുള്ള ദേവഗൗഡ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കത്തിൽ മാത്യു ടി തോമസ് അധ്യക്ഷനായ ഞങ്ങളുടെ കേരള ഘടകത്തിന് ഞങ്ങളുടെ പാർട്ടിയുടെ ചിഹ്നം നൽകണം എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ ഈ ജനതാദൾ എസ് കർണാടകത്തിൽ NDAയുടെ ഘടകകക്ഷി, കേരളത്തിൽ LDFൻ്റെ ഘടകകക്ഷി. എന്നിട്ട് ഇവരാണ് ഞങ്ങൾ BJPയെ നേരിടും എന്ന് പറയുന്നത്. അതായത് ഇതൊക്കെ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തുറന്നു കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ രണ്ടുപേരും ഈ അഡ്ജസ്റ്റ്മെൻ്റ് മുന്നണിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് തിരുവനന്തപുരം നഗരസഭയിൽ മാത്രമല്ല കേരളത്തിലെ മൊത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിന് നല്ല റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മഹാഭൂരിപക്ഷം നഗരസഭകളിലും പഞ്ചായത്തുകളിലും UDFൻ്റെ തിരിച്ചുവരവുണ്ടാവും. 2010 UDFന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ഇതാണ് ഞങ്ങളുടെ പാർട്ടിയുടെയും മുന്നണിയുടെയും നയം. അത് ആമുഖമായിട്ട് വിശദീകരിക്കുക. ജനം തീരുമാനിക്കട്ടെ ആര് ഭരിക്കണമെന്ന്. 1ാം ഘട്ട കലാശക്കൊട്ട് ഇന്ന് അവസാനിക്കുന്നു. ഇനി 13-ാം തീയതി പെട്ടി തുറക്കുമ്പോൾ അറിയാം ആരാണ് വിജയിയെന്ന്.